നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൺഡേ ആയിട്ട് ഞാൻ രാവിലെ ഒരു ചായയിൽ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉള്ളൂ. കാരണം ഇന്നലെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ വലിയ പണികളൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര സമയമില്ലെങ്കിലും കുറച്ച് സമയം ഞാൻ അങ്ങനെ വെളിയിൽ പോയി ഇരിക്കാറുണ്ട്. കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന് കഥയൊക്കെ പറയും. മക്കളാരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ അടുക്കളയിലോട്ട് കയറുവാണ്. ചേട്ടനോട് വരെ പോകണമെന്ന് പറഞ്ഞപ്പോൾ തലേന്നേ ചിക്കനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചേ കറി വെക്കുന്നുള്ളൂ. ചേട്ടൻ പാക്കറ്റിലെ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചിക്കൻ കറി അതുകൊണ്ട് പെട്ടെന്ന് കുക്കറിലാണ് ആക്കുന്നത്. കാരണം മറ്റേ വെന്ത് വരാനുള്ള സമയമൊന്നും ഇല്ല. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിൽ കാര്യം കഴിഞ്ഞല്ലോ. അപ്പോൾ ചേട്ടൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. കാരണം എനിക്കിഷ്ടമല്ല കുളിച്ച് കഴിഞ്ഞിട്ട് ഉള്ളി അരിയുന്നത്. ഞാനങ്ങനെ മീൻ വെട്ടുന്നത് പിന്നെ എനിക്കിഷ്ടം, അത്ര മടുപ്പില്ല. പക്ഷേ ഉള്ളിയുടെ നാറ്റം എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ചേട്ടനെ കൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ അരിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ പൊളിച്ച് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഉള്ളിയോട് എന്തോ ഭയങ്കര വിരോധമാണ് കേട്ടോ. കഴിക്കുന്നതിനില്ല, അരിയുന്നതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലോട്ട് നോക്കുന്നത് എൻ്റെ ക്യാമറ വെക്കുന്ന ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു സ്റ്റാൻഡാണ്. അത് മക്കൾ തള്ളിയിട്ട് അത് പൊട്ടിപ്പോയി. അപ്പോൾ ഫോണിനകത്ത് നിന്ന് വീണ് പോയി. ഇങ്ങനെ ആടിയാണ് അതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അടുത്ത പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വന്നിട്ടില്ല. ഇന്നിവിടെ നല്ല മഴയാണ് കേട്ടോ. ചന്നം പിന്നെ നിൽക്കുക മഴ. അങ്ങോട്ട് മാറുന്നേ ഇല്ല. വെയിലും ഇങ്ങനെ വരും, നമ്മളെ പറ്റിക്കും പോകും. ഇങ്ങനെ ഓരോന്നെടുത്ത് കൊണ്ടുവന്ന് വെയിലത്തൊക്കെ എടുത്ത് തിരിച്ചുകൊണ്ട് ഇത് തന്നെയാണ് പണി ഇന്നത്തെ. കൂടുതലും ഇതല്ല ഏറ്റവും വലിയ ജോലി. ഇതിങ്ങനെ ഉണക്കാൻ കൊണ്ട് നടക്കലാണ്. തേങ്ങായി വരിഞ്ഞ് വെച്ച് അതിൻ്റെ പുറകിൽ ഓടി മനുഷ്യൻ മടുത്ത്. അപ്പോൾ ചിക്കനും പൊറോട്ടയൊക്കെ ആവുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അടുക്കളയിൽ ചോറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്കത്തേക്കുള്ള. അപ്പോൾ അത് കൂട്ടത്തിലൊക്കെ നടക്കും. പണി കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് വേഗം നമുക്ക് സ്ഥലം കാര്യമാക്കാന്നുള്ള ഉദ്ദേശത്തിലെല്ലാം കൂടെ പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ എനിക്ക് പൊതുവേ റെസ്റ്റാണ്. അല്ലാത്ത ദിവസങ്ങളിൽ റെസ്റ്റാണ്. പക്ഷേ ഞായറാഴ്ച എനിക്ക് ഇവിടെ നിൽക്കുകയോ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി എടുക്കുന്നുണ്ട് പെട്ടെന്ന്. കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഇവിടുത്തെ അങ്ങനെ ചിലവാകത്തില്ല കറിയൊന്നും. കുറച്ച് വറക്കാൻ ഇരിപ്പുണ്ട് താനും. അപ്പോൾ അതേ പോകത്തുള്ളൂ. കറിയൊക്കെ എല്ലാവരും കൊണ്ട് നീക്കി വെക്കും. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അത് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒറ്റ വിസിലിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടില്ലെന്നൊന്നും ആരും വിചാരിക്കുന്നത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്പർ 2 തട്ടേ കയറ്റാം പൊറോട്ട. അപ്പോൾ പൊറോട്ടയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ പൊറോട്ട എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ കടയിൽ നിന്ന് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ നന്നായിട്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ തരുന്ന പൊറോട്ടയ്ക്കാണ് നല്ല ടേസ്റ്റും നല്ല മയവും. ഇത് റബ്ബർ ബന്ധു പോലിരുന്ന് ഞാൻ ഒരെണ്ണേ കഴിച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെയൊക്കെയോ കുത്തി ഇറക്കിയത്. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അങ്ങോട്ട് മാറ്റി വെക്കാം. അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഇനി അയാൾക്ക് കുറച്ച് നേരത്തേക്ക് പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പൊറോട്ടയൊക്കെ ഞാൻ എണ്ണയൊക്കെ കോരി ഒഴിച്ച് ചുടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, വെറുതെ എണ്ണ കുറച്ച് വേസ്റ്റ് ആയതല്ല. അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതുകൊണ്ട് നമുക്ക് ആ സമയം കൊണ്ട് അത് തുറന്നിട്ട് നമുക്കൊന്നുകൂടെ വറ്റിച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ചാറൊന്നും പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒന്ന് വറ്റിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാപ്പി കുടിക്കാം. അപ്പോൾ ഓരോരുത്തർ വന്നെത്തി നോക്കിയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയാണെന്ന് കണ്ടപ്പോൾ പൊറോട്ടയോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് അപ്പോൾ അവരൊരു അടുത്ത് അവരവരെ കഴിച്ചോളൂ. ഞാൻ തല്ലി കൂട്ടുവാണ്, വെറുതെയാണ്. അപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് അടച്ചിട്ട് അപ്പോൾ അടുക്കളപ്പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറും ചിക്കൻ കറിയും അവിയലും ചിക്കൻ വറുത്തതും ഒക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.